അമ്മച്ചിക്ക് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, സർപ്രൈസ്. അമ്മച്ചിക്കൊന്നും വാങ്ങിയില്ലാന്ന് പറഞ്ഞേ. അപ്പൊ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ജലദോഷമൊക്കെ പിള്ളേരുടെ ഒരുവിധം ഇങ്ങനെ മാറി മാറി തുടങ്ങണ്. എന്നാലും ഫുള്ളായിട്ട് മാറിയിട്ടില്ല, ചെറുതായിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെ എത്തി, ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ നമ്മുടെ ഇവിടെ വലിയ ഓണത്തിന്റെ പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ അമ്മിച്ച് എന്ന് വീഡിയോ എടുക്കേണ്ട സമയത്തും അതിന്റെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടാവും. അപ്പൊ അത് നോക്കിയായിരിക്കും അമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പുറത്തേക്ക് പോണം. അമ്മിച്ചി വന്നില്ല. അമ്മിച്ചിനെ 2 പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞാനാണ് പോവാൻ പോകുന്നത്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ഇവരുടെ അവസ്ഥയും എന്താക്കുന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചോണ്ടിരിക്കണം. ആയിക്കോടെ പോണോ കൊച്ചിനെ? അമ്മിച്ചി ഇവനൊരു സ്വഭാവം ഉണ്ട്. ഇവനിപ്പോ ഇവിടെ ഇരിക്കാനോ അമ്മിച്ചി ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടു. അതവന് ഇഷ്ടായിട്ടില്ല. ഇത് ഇഷ്ടായില്ല. ഇപ്പൊ അവൻ പോവണത്. ഇന്ന് മോളുടെ കഷ്ടകാലം ഇത് തന്നെയാ. ഞാൻ പോയി കഴിയുമ്പോ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് ഒറ്റ റീല് തകർത്തു. ഞാൻ ചാലക്കുടിക്ക് പോകാൻ പോട്ടെ. അപ്പൊ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ. ബസ് നോക്കിയിരിക്കാണ്. ബസ് വന്നിട്ടില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അതിന് വേണ്ടിട്ട് പോവാണ്ടാ. അങ്ങനെ ബസ്സൊക്കെ പിടിച്ചതേ ഞാൻ ചാലക്കുടിയിലുള്ള ഒരു കടയിലെത്തിയിട്ടാ. കടയിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം അവിടെ വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുമായിരുന്നു. നമുക്ക് ഉണ്ണികൾക്കുള്ളതാണെങ്കിലും വലിയവർക്കുള്ളതാണെങ്കിലും എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളുണ്ടായിരുന്നു. പക്ഷെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പാണ്, ഈ കാണുന്ന സ്റ്റെപ്പ്. ഇത് നമ്മൾ കയറി ഇറങ്ങണം. അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. മുട്ടുകാല് വേദനയുള്ള നമ്മുടെ അമ്മിച്ചിയെ പോലെയുള്ള വല്ലവരെയും നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോകും. എനിക്ക് തോന്നുന്നത് അമ്മിച്ചി എന്നോട് പറഞ്ഞത്, നീ പോയി വാങ്ങിക്കോളാൻ പറഞ്ഞത് വേറെ ഒന്നല്ലാന്ന് തോന്നണം. ഈ സ്റ്റെപ്പിനെ പേടിച്ചിട്ടെങ്ങണ്ട എന്നോട് പറഞ്ഞത്. കാരണം ഈ കട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കട കാണുന്നത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയേക്കണ കടയും കണ്ട. അപ്പോൾ അമ്മിച്ചി കണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു അമ്മിച്ചി പേടിച്ച് എന്നോട് നീ പൊക്കോളാൻ പറഞ്ഞത്. പക്ഷെ എനിക്കൊരു മണ്ടത്തരം പറ്റി. ഞാൻ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് വാങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണിക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ മറന്നുപോയി. ഉണ്ണിയുടെ ഡ്രസ്സ് കിടക്കുന്നത് 3ാമത്തെ നിലയിലായിരുന്നു. താഴത്തുനിന്ന് വീണ്ടും ഞാൻ 3ാമത്തെ നിലയ്ക്ക് കയറി പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ റോംബേഴ്സ് ഉണ്ണിക്ക് പറ്റിയതുണ്ടോയെന്ന് നോക്കി. പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വേഗം പോകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേഗം സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഉണ്ണികൾ അമ്മിച്ചിയുടെ അടുത്താണല്ലോ. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ വേറെ ഡയറക്റ്റ് നമ്മളൊരു ബേക്കറിയിൽ കയറി. അത് കാരണം നമ്മുടെ ആദം ബേബിക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ച് കയറി. നമ്മളല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തണം. അമ്മിച്ചി ഇവിടുന്ന് പോയപ്പോൾ തുടങ്ങി വിളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. പോരാറായ അമ്മച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റണുണ്ടാവില്ല. അതായിരിക്കും എൻ്റെ ദൈവേ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഓടിപ്പാടി എത്തി. അവിടെ പാട്ടുണ്ടായ കാരണം നമുക്ക് വീഡിയോസ് അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊക്കെ ഞാൻ എന്നാലും എടുത്തിട്ടുണ്ട്. ഇനി വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ കാണിച്ചു തരാം. വീടെത്തി. സൗണ്ടൊന്നും കേൾക്കണില്ല പിള്ളേരുടെ. വരും കൊച്ചു എന്താണ് നേരം വരെ ഒരു കുഴപ്പമുണ്ടായില്ല. അതന്ന് ഞാൻ പോണത് കണ്ടായിരുന്നോ? അതല്ല, അന്ന് ഉറങ്ങിയതല്ലായിരുന്ന. ഇതിപ്പോ ഉറങ്ങിണ്ടായില്ലല്ലോ. അന്വേഷിച്ച് പോകില്ലത്. അവനെ പാടിയപ്പോ അവനും പാടാൻ പറഞ്ഞു. ഉണ്ണീന്ന് പറഞ്ഞ അവനെ പാടാൻ പറഞ്ഞു. അവൻ കിടന്നു. ഇവനെ ഞാൻ തോളിലിട്ട് പാടിയിട്ടേ പറഞ്ഞു. സുഖമായില്ലോ? ഇപ്പൊ മെച്ചായില്ലേ? ഞാനൊരു ഡ്രസ്സ് എടുത്തുട്ടാ. തിരിച്ചേന. ഇത് റെഡ് അല്ലത്, ഇതൊരു പിങ്ക് കളറല്ലേ. ഞാനെടുത്ത ഡ്രസ്സ് ഇതുണ്ട്. അമ്മച്ചി ഇത് ഡ്രസ്സുകളൊക്കെ കാണുന്നുള്ളൂ, ഒന്നും കണ്ടിട്ടില്ല. അമ്മച്ചിക്ക് മാത്രം ഡ്രസ്സ് കിട്ടിയില്ല, ഷിഫോൺ സാരി കിട്ടിയില്ല. അപ്പൊ ഇത് പിള്ളേരുടെ ഡ്രസ്സ് നോക്കിയേ. അത് കുഞ്ഞിക്ക് ഇത് ഏതാ റെഡ് എടുക്ക്. റെഡ് എടുക്ക്, ആ സാധനം എടുക്ക്. ഇങ്ങനത്തെ വാങ്ങിയ
അതിപ്പോ പെനിയിലില്ല ഇതിടിക്കുക. ആ ഇത് ഇടിച്ചാലും മതി. ഇതേ കണ്ട കാറ്റ് ഉണ്ണിക്ക് വാങ്ങിച്ച ഡ്രസ്സായിട്ടത്. വേനൽക്കാലത്ത് രണ്ട് ചേട്ടന്മാർക്കും ഒരുപോലത്തെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമില്ല? എനിക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കുഴപ്പമില്ലാന്ന് തോന്നിയ കേട്ടാ ഞാൻ വീണ്ടും എടുത്തത്. അത് XL ആണത്. പിന്നെ ഇനി എടുക്കുമ്പോ ഇതിന് വലുതാവുള്ളൂ. അവന് ഇതിപ്പോ ഭാഗമായിരിക്കും ഞാൻ വിചാരിക്കും. ഒരു നാസിക്കൂട്ടന് ഒരു നാദംകൂട്ടന് കേട്ടാ ഡ്രസ്സ്. പക്ഷെ ഇത് ട്രൗസർ അല്ലല്ല, അത് കുഞ്ഞ് മറ്റവന്റെ ചെറുതും ആദത്തിന്റെ വലുതും അല്ല ഹസിയുടെ വലുതുമാണ്. പുഴക്കുണ്ടാവും അതിന്. അത് XL ആണ്, ഇത് ലാർജ് ആണ്. അപ്പച്ചന്റെ ഷർട്ട് അപ്പച്ചൻ കോട്ടനാണോ എനിക്ക് നല്ലതാണോ എനിക്ക് അറിയില്ല. അവര് പറഞ്ഞ നല്ലതാന്ന് പറഞ്ഞ. പിള്ളേർക്കൊക്കെ ഓണക്കോടി ഓണക്കോടി എന്റെ മകൻ ഞങ്ങളെ വിട്ട് മേടിപ്പിച്ചതാണ്. അതന്നെ ഞാൻ വാങ്ങിയതല്ലട്ടെ, ഇത് അമ്മിച്ചി വാങ്ങിയതാ. എന്റെ ഓണക്കോടി എല്ലാരും അമ്മിച്ചി വാങ്ങിയതല്ല, ചിലതൊക്കെ പിള്ളേർക്ക് എന്റെ വക ഓണക്കോടി എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ സ്വന്തമായിട്ട് മേടിച്ചാൽ മതി. അത് സത്യം. കൊച്ചങ്ങൾക്കുള്ളൂ. വലിയവരുടെ ഒക്കെ ഓണക്കോടി കട്ടായി. കൊച്ചങ്ങൾ വന്നോടുകൂടി ഇനിയൊക്കെ കൊച്ചങ്ങൾക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളൂ. ഇനിയൊക്കെ അവരുടെ കഴിഞ്ഞിട്ടുള്ളൂ. പാപ്പം അപ്പാപ്പ പോയി. പാപ്പ കൊച്ചിന് നമ്മളിപ്പോ വീട്ടിലെത്തി ഡ്രസ്സുകളൊക്കെ കണ്ടു. ഇനി അമ്മച്ചിക്കുള്ളത് കിട്ടിയല്ലോ. അമ്മച്ചിക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോണം. അമ്മച്ചിക്ക് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അമ്മച്ചിക്ക് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, സർപ്രൈസ്. അമ്മച്ചിക്ക് ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞേ. അപ്പൊ അമ്മച്ചിക്ക് ഇതൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അമ്മച്ചിക്ക് കിട്ടിയില്ല എന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞേ. ഇഷ്ടായോ നോക്ക്. അമ്മച്ചിക്ക് ഇതേ ഒരു ഡ്രസ്സ് സാരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടായ? അമ്മച്ചി കൊറേ നാളെ ഇങ്ങനത്തെ സാരി പറയണേ. അപ്പൊ അപ്പൊ അങ്ങനത്തെ അങ്ങനെ കിട്ടി. നമ്മള് ഓണായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണല്ലോ. നമുക്ക് പാരന്റ്സിന് ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമില്ല. അത്ര വലിയ വാല്യൂയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതാണെങ്കിൽ കൂടി നല്ലതാണല്ലോ. അതുകൊണ്ട് അമ്മച്ചിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിയത്. അമ്മച്ചിയോട് പറഞ്ഞ അമ്മച്ചിക്ക് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ അപ്പച്ചന് ഷർട്ടും വാങ്ങി, അമ്മച്ചിക്ക് ഇപ്പൊ സാരി വാങ്ങി. പാപ്പ തിന്നാ? പാപ്പ ആൽമബിക്ക് ഡ്രസ് ഇഷ്ടായ? അമ്മ വാങ്ങിച്ചുള്ള ഡ്രസ് ഇഷ്ടായ? കുഞ്ഞിന് ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞിന് ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇട്ടായ? പാപ്പ തിന്നാ? അമ്മച്ചി ഇതേ സാരിക്ക് പറ്റിയ ബ്ലൗസ് തപ്പാൻ പോവാ. ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും മാച്ച് എന്നാ. ഇതൊന്ന് വെച്ച് നോക്കിയ അമ്മച്ചി. ബ്ലൗസ് അടുപ്പിച്ചത് ഇടാൻ വേണ്ടിട്ട് അമ്മച്ചിക്ക് ചെറിയൊരു മടി. അപ്പൊ ബ്ലൗസ് ഉണ്ടെങ്കിൽ പിന്നെ അത് ഇട്ടാ പോരെ. നിങ്ങ പറയും ഈ സാരിയുടെ ബ്ലൗസ് ഇതിന് കോൺട്രാസ്റ്റ് ഉണ്ടോ? അമ്മച്ചിക്ക് ഇങ്ങനത്തെ സാരി എടുക്കണെങ്കിൽ ബ്ലൗസ് എടുക്കണം. അമ്മച്ചിക്ക് പ്രാന്തായിട്ടാ. നിങ്ങൾ നോക്കട്ടെ ഗൈസ്. ഞാനൊരു സാരി വാങ്ങിച്ചൊന്നുണ്ടെങ്കിൽ അമ്മച്ചിക്ക് പ്രാന്തായിട്ടിരിക്കുക. സാരിനെ ഇഷ്ടോണ്ടിരിക്കപ്പ ഒരു ലോഡ് സാരി ഉണ്ട് വെറുതെ പുഴുങ്ങാൻ വെച്ചിട്ട്. നിങ്ങൾ നോക്കിയേ കബോർഡ് എന്താ നോക്ക്. ആരും എടുക്കണ ഇതൊക്കെ വെറുതെ പോയിട്ട് വാങ്ങിച്ച് വെക്കുക. ഇത് വലിയ കുഴപ്പമില്ല ഇല്ലേ? ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് മോളെ നല്ലത്. വേറെ കളറായ കുഴപ്പമില്ലാന്ന് ഇത് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാവണില്ല ആൾക്ക്. ഗൈസ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക് കമന്റ് ഇട്ട്. ഞാൻ പറഞ്ഞിട്ട് അമ്മച്ചിക്ക് മനസ്സിലാവണില്ല. ഇതെന്തെന്ന് ഫാഷൻ ഷോക്ക് പോയി കഞ്ഞിയും കിട്ടില്ല, വെള്ളം കിട്ടില്ല, ചോറ് കിട്ടില്ല. പിള്ളേര് വഴിയാതാരാവല്ലോ കർത്താവേ. ഗൈസ് ഈ പച്ചയും ഈ മെറൂണും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. നല്ലതാന്ന് എനിക്ക് തോന്നണേ. അമ്മച്ചിക്ക് പക്ഷെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ആരാ ഇതാരാ?
ചിക്കൻ ചൂവാ ചിക്കൻ ചൂവാ അപ്പാപ്പൻ വന്ന വെച്ച് തന്നെ അപ്പാപ്പനോട് ചിക്കൻ ചൂന്നു. അപ്പാപ്പന് കൈ വേനിക്കണ വാങ്ങിച്ചില്ല അപ്പാപ്പൻ. അതോ ബബയാ എന്നിട്ടത് അപ്പച്ചന്റെ ഈ ഷർട്ടിന്റെ ഉള്ളിൽ പൈസ ഉണ്ടാ ഉണ്ടെങ്കി ഇപ്പൊ കീറിക്കളയൂട്ടാ. ഈ ഷർട്ടിന്റെ ഉള്ളിൽ പൈസ ഉണ്ടാ? ആ ഇല്ലെങ്കി കുഴപ്പമില്ല. ഇല്ലെങ്കി ഏതാവൻ ഇപ്പൊ കീറുവത്. ആ അപ്പച്ചായിട്ട് ഷർട്ട് ഇട്. ആ ഇട്ടിട്ട് പോ. നമ്മള് അല്ല ഞാൻ അപ്പച്ചനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അപ്പച്ചൻ വന്നത് കേട്ടാ. അപ്പൊ അപ്പച്ചനത് കൊടുക്കട്ടെ, കാണിച്ചു തരട്ടെ ഞാൻ. അടുത്ത ആള് വന്നിട്ടുണ്ട്, ജെറ്റാള്. ജെറ്റ് പിന്നാലെ വന്നിട്ടുണ്ട്. നിൽക്കാതോ മിനിറ്റാ. ഇവനെ കൊണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ. നമുക്ക് ആദത്തിന്റെ കൊടുത്തു വിടാം. ആദം കൊണ്ട് കൊടുക്കട്ടെ. ഓക്കെ ഇത് അപ്പാപ്പന് കൊണ്ട് ഇത് അപ്പാപ്പന് കൊണ്ട് കൊടുത്തേ. ബാബുന് കൊണ്ട് കൊടുത്തേ. ബാബുന് കൊണ്ട് കൊടുക്കും. ശരി 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 അമ്മച്ചിയെ. ആ ശരി ശരി. അത് ഓഫ് ചെയ്. അപ്പച്ചട്ടി ഇത് ഓഫ് ചെയ്തേ. ആ അപ്പാപ്പന്റെ എടുത്തു കൊടുത്തേ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത്. ഹാപ്പി ഓണം പറഞ്ഞ അപ്പാപ്പന്റെ കയ്യിലെടുത്ത് കൊടുക്ക്. ആ ഇഷ്ടായോ ചോദിക്ക്. ഹായ് ഹായ് അവന്നെ ഹായ് എന്ന് പറയും. ഹാപ്പി ഓണം. ഓണം പറയും. ഫുള്ള് ബാബുനാ. എന്തുട്ടാണ് ഇവിടെ കാണണേ? എന്തുട്ടിപ്പ സംഭവം കാണിച്ചിട്ടേക്കണേ? എന്തുട്ട് നീ കാണിച്ചിട്ടേക്കണേ? ഇറങ്ങണ എന്തുട്ടി പിടിച്ചിരിക്കണ കൂട്ടാ? ഇതെന്തിനത്? കൊച്ചു കായ വറക്കാൻ പോവാ? കായ് വറക്കാൻ പോവാ? ആ ചായ അല്ല കായ്. അക്കയാ? അപ്പൊ പോയാ? പോയി കേക്കാ? അമ്മിച്ചനെ വിളിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അമ്മിച്ചി ബാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടത്. എന്തിനനുസരണശീലുള്ള പുത്രനെ എന്റെ പോലെ തന്നെ ഉണ്ടല്ലേ. അതിഷ്ടായില്ല. അമ്മാമ്മ തല്ലുപിടിച്ച് പോയതാ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ പോയി എടുത്ത് വന്നുട്ടാ. വിചാരിച്ച പോലെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവന് എന്നെ കണ്ടു കഴിയുമ്പോഴേ കുറച്ച് പ്രശ്നം കൂടുതല്. വിചാരിച്ച പോലെ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അമ്മച്ചി. അമ്മച്ചിക്ക് ഇന്നൊരു കുഴപ്പമുണ്ടായില്ല. ഇന്ന് അന്വേഷിച്ചില്ല. ഇന്ന് ഇവനെ കൊണ്ടായിരുന്നില്ല, ഉണ്ണീനെ കൊണ്ട് പ്രശ്നമായിരുന്നു. അമ്മച്ചി പറഞ്ഞു അവൻ താഴ്ത്തി അവനെ കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഇവന് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഇവരെയാക്കിട്ട് പോവാം. എനിക്ക് കുഴപ്പമില്ല, ഇനി ഇവരെയാക്കിട്ട് പോവാന്ന് എവിടെയെങ്കിലും. അപ്പൊ കണ്ടോ മുൻകൂട്ടി പറയാ ഇനി പോണ്ടാന്ന്. അത് ശരി. അതിപ്പോ എന്താ നടക്കാൻ പോണെന്ന് നമുക്കറിയില്ലല്ലോ. ഈ പ്രാവശ്യം അത് എന്താ സംഭവിച്ചതറിയോ? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോണത് ഡ്രസ് മാറി പോണത് കണ്ടു. ഭയങ്കര വാശി. ഈ പ്രാവശ്യം കണ്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ അങ്ങോട്ടേക്ക് പറയാം ആന്റിമാർക്ക്. നിനക്ക് പറഞ്ഞതാ ഐ ലവ് യു ഉമ്മ പറയേ. ഗുഡ് ബോയ് ആണ്. ഐ ലവ് യു ഉമ്മ പറ. അമ്മച്ചി പറയേ. ചില നേരത്തെ അമ്മാമ്മ, ചില നേരത്തെ അമ്മച്ചി. പാസ്കൂട്ടം പറഞ്ഞോളാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്ര ഉള്ളൂ. അമ്മച്ചിക്ക് ഡ്രസ്സ് ഇഷ്ടമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായി തന്നെ പറഞ്ഞേ. അത് ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് വാങ്ങി. അമ്മച്ചി ഉണ്ടായില്ലല്ലോ. സാധാ അധികം കുറ്റം വരാറില്ല, ചില സന്ദർഭങ്ങളിൽ വരാറുണ്ട്. ഇന്നിപ്പോ അത്ര വലിയ കുറ്റം പറഞ്ഞിട്ടില്ല.
അപ്പൊ നമ്മുടെ അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കാണ്ട് കമന്റ്, പ്രത്യേകിച്ച് കമന്റ് ചെയ്ത് അമ്മച്ചിയുടെ മറ്റേ ഡ്രസ്സില്ലേ, ഡ്രസ് കോൺട്രാസ്റ്റിങ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ.